Hello everyone, welcome to my channel. ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചെമ്മീൻ കീഴി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളിയാട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കണയാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ച ശേഷം വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ചെമ്മീൻ വറുത്തെടുക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട. അപ്പോൾ ചെറുതായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അത് മാറ്റുകയാണ്. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 1/2 കപ്പ് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പച്ചമുളകോ കാന്താരിയോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് ആവണം. ഇനി അതിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിപ്പിക്കുക. അതെല്ലാം നല്ലോണം യോജിച്ച് കഴിയുമ്പോൾ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഇതിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഈ തക്കാളിയും കൂടി ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി കിഴിക്ക് വേണ്ടി ഇതേപോലത്തെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തേക്കാണ്, കീറിപ്പോവാതിരിക്കാനായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് പകുതി മസാല ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ചെമ്മീനും കൂടി ഇടുകയാണ്. ഇനി ബാക്കി മസാലയും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടി വിതറി കൊടുക്കുകയാണ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കിഴി പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മടക്കി ചെറിയൊരു കിഴി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഞാൻ ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇരിക്കണം. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പതിയെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കിഴിയല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.